ഓക്കെ അപ്പൊ നമുക്കെന്നാ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ട് വരാം വാ. വാ, വാ. 1002 നമുക്ക് പോകാൻ പോകില്ല. ഡ്രസ്സ് മാറണോ? ഈ ബ്രേസ്ലെറ്റ് പോയാൽ ശരിയാവില്ല. ഞാനൊന്ന് ഡ്രസ്സ് മാറിട്ടതാ വരുന്നത്. കയറി കൂടെ കയറി വില്ലമനെ കേറാ. എടാ കേറ, അവന്റെ സ്ക്രീനിൽ ഇപ്പഴും നിന്നെ ഇടിച്ചോണ്ടിരിക്കും. അവൻ ആനന്ദം കണ്ടെത്തട്ടോ. നീ കേറ്, അവ സന്തോഷിച്ചിരിക്കട്ടെ. പാവം പയ്യ. അപ്പൊ ഡ്രസ്സ് മാറിട്ട് പെട്ടെന്ന് വരാം. ഡ്രസ്സ് മാറിട്ട് വരാം. അവൻ ഇപ്പഴും നിന്നെ തല്ലാണ്. ടിവിയെ തല്ലി തല്ലി കൊന്നു. ആനേനെയാ? ആനൊക്കെ എന്താ പേരിട്ടേക്കുന്നേ? ശിവരാജോ? ശിവരാജ്. സിറ്റിയിൽ രണ്ടാമത്തെ ഐറ്റിക്കുടിയിലാണ്, ഒന്നാമത്തെ കൊമ്പൻ. ഓക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ ഞാനില്ലേ? ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാ പേജിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മണ്ടയിൽ കയറിയത്. ഹലോ, ഇത് ലിസിയാണോ? സുഖാണോ? എത്ര നാളായി കണ്ടിട്ട്? ചന്തിയാ ഞാൻ കാണുന്നേ. കുഴപ്പമില്ലല്ലോ. തുടങ്ങിയപ്പോഴേ ചന്തിന്നാ പറഞ്ഞത്. അതെ അണ്ണൻ, നമ്മുടെ അണ്ണനുണ്ട്. ഹായ് ലിസി. സുഖമല്ലേ ലിസ? എനിക്ക് അണ്ണനെ കാണുന്നില്ല കേട്ടോ. അണ്ണന്റെ ബാക്കാണ് എനിക്കിപ്പോ കാണുന്നത്. കുഴപ്പമില്ല, സൈഡിലോട്ട് വന്നാ മതി. ഇപ്പൊ കാണാം. എനിക്ക് ഇപ്പൊ കാണാവോ? ലിസയുടെ നമ്പർ ലിസക്ക് സുഖമല്ലേ? പിന്നെ സുഖാണല്ലോ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആണോ? കുറച്ച് 2-3 ദിവസമായാലും ഇവിടെ വന്നിട്ട്. ആണല്ലേ? ഓ അതെ. ഞാന് വലിയ അവനൊരു ബലിതം പറഞ്ഞായിരുന്നു. അതൊന്ന് കേക്കണേ ആരെങ്കിലും. എന്താ? അല്ലല്ലേ ഇവന്റെ കാര്യം പറയാ. ഏതെങ്കിലും പെമ്പിള്ളേരെ ഒട്ടി ഇരിക്കണ. കുറച്ച് സ്ഥലം കൊടുക്കും. ഡ്രസ്സ് മാറട്ടെ. സത്യം മാറേ പാവന്റെ ലിസ. എന്നിട്ട് വില്ലു എന്താണ് വില്ലു? ഇവള് കള്ളിയാണ്. ഓ കള്ളിയാക്കാതെ ഒരു സത്യസന്ധത കൊണ്ടുത്തായിരിക്കും ഈ റിലേഷൻഷിപ്പ് ആയിട്ട്. ഏതെങ്കിലും കിട്ടിയാൽ മതി മനുഷ്യര്. കള്ളിയാണോ ഇനി ക്രിമിനലാണോ ഒന്നും വേണ്ട. ഉണ്ടായിരുന്നു പഠിക്കാൻ പോയിക്കില്ലായിരുന്നേ. എക്സിക്യൂട്ടീവ്, ബാഗി, ന്യൂ ബാഗി, ഫൈനൽ ബാഗി, ഡിഫോൾട്ട് ഔട്ട്ഫിറ്റ്. എടാ ഞാനേ എന്റെ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ മോനെ. ഞാൻ എന്റെ OG ബ്ലാക്ക് ജാക്കറ്റ് ഇടാൻ പോണം. ബ്ലാക്ക് ഇതല്ലല്ലോ എന്റെ. ഇതല്ല ഇതല്ല. ബ്ലോക്ക്. ഹലോ, ഇത് എന്റെ എക്സ് ആണോ സംസാരിക്കുന്നത്? നിന്റെ എക്സ് ആണോ വൈ ആണോ ഇസ്രാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പേര് പരുന്തുവാസു. ഇതാരാണ്? പരുന്തുവാസു എന്ന് പറയുന്ന ഒരു കാമക്കണ്ണനായിരുന്നു എന്റെ എക്സ്. അതെ, സൂര്യയുടെ ബർത്ത്ഡേക്ക് വരാൻ എത്ര സമയം എടുക്കുമായിരിക്കും? ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അല്ലല്ല, ഞാൻ ഒരു കാര്യം വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീറ്റ് മിസ്റ്റർ ഇലി. സിറ്റിയില് മിസ് എലി, അങ്ങനെയാണെങ്കിൽ മിസ് എലി. സിറ്റിയില് നല്ലൊരു പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്കൂള് പണിയുന്നു. ഇതിനുള്ള പൈസയൊക്കെ എവിടുന്നാ വന്നതെന്ന് അറിയാവോ? ആരും അന്വേഷിച്ചിട്ടില്ല. തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ചിലർക്ക് അണ്ണനാ, ചിലർക്ക് മകനാ. പെട്ടെന്ന് വരാം. കണ്ണാടി വെച്ചത് എങ്ങനെയാ എടുക്കാന്ന് അറിയാം? കണ്ണാടി അതിന്റെ അകത്ത് സൺഗ്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ ഒന്ന് കണ്ണ് വെച്ചാൽ കാണാം. അല്ല, അതിലെടുത്തു. കാണുമ്പോ ഹലോ 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 ഹലോ. അവൻ കേട്ടെന്ന് തോന്നിട്ട് ഞാൻ പറഞ്ഞത് വാറായേ. കാണാമല്ലോ അപ്പർ ബോഡി. അതിൽ വെച്ചു, പക്ഷേ വരുന്നില്ല.
ചിലർക്ക് മകനാ, അതെ വെച്ചത്. ചിലർക്ക് അളിയനാ, ക്യാഷ് എന്ന് പറഞ്ഞൊരു സംഭവം ചിലർക്ക് മാമനാ. അല്ല പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തു. എന്റെ ഡ്രസ് കാണുന്നില്ലടാ. വൈമസ്നേക്ക് എടാ എന്റെ ആ ജാക്കറ്റ് മാത്രം എടുത്ത് കളഞ്ഞു കണ്ണിന്റെ അവിടെ വെച്ചാ. ഗ്രീൻ ജാക്കറ്റ് വേണ്ട കേസ്. അത് ഓക്കെ ബ്രോ. അത് നമ്മള് ഇങ്ങനത്തെ മൊമെന്റ്സിൽ ഒന്നിട്ടുണ്ടോ ശരിയാവില്ല. എടാ എന്റെ അത് മാത്രം എടുത്ത് കളഞ്ഞു കേട്ടാ. പറ എടാ ആ ഓജി ജാക്കറ്റ് എടുത്ത് കളഞ്ഞടാ ഇവര്. ഇനി സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇതെന്ത് രണ്ട് കയ്യാ. എനിക്ക് പാന്റ് ഒന്നും വരും. ഞാൻ അല്ല ലോലിനെ കളി. അതല്ല ബ്രോ ഇത് വേറെ. അത് കാർലോ കൊണ്ടുപോയെന്നോ? എടാ കാർലോ ഡ്രസ് ഇതാ. ഇതെന്തോ ആണ് ഇതാ. ഇങ്ങനത്തെ എന്തോ ഒരു സാധനമായിരുന്നു കാർലോടെ. എടാ എന്റെ ജാക്കറ്റിന്റെ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചതാടാ. നമ്പർ അറിയില്ല. അന്നെങ്ങനെ അടിച്ചോണ്ട് പോയിക്കും. ഇപ്പൊ വരായിരിക്കും. ബ്രോ തട്ടി നീക്കല്ലേ ബ്രോ. അത് അപ്പുറത്തോടെ ബ്രോ തട്ടി നീക്കല്ലേ ബ്രോ. ഓക്കെ സോറി ബ്രോ. ഞാൻ പറഞ്ഞുതരാ. എന്റെ ആ ഡ്രസ് മാത്രം കാണാനില്ലടാ. ഇത് ബ്ലാക്ക് അല്ലേ? ആ ബ്ലാക്ക് ബ്ലാക്കിലല്ല കൈസ്. അതല്ല നമ്മുടെ ജാക്കറ്റ്. നമ്മുടെ ജാക്കറ്റിനകത്ത് ആ പുള്ളി അതൊന്നും ഇല്ല. നമ്മുടെ ജാക്കറ്റ് കുറച്ച് പ്ലെയിനാ. അത് ഇനി 836 516 കൊച്ചപ്പന്റെ 16 എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്പർ വരും ചേട്ടനകത്തിന്. ഞാൻ ഇനി ഇതെല്ലാം ഇരുന്ന് അടിച്ചു നോക്കണം. ആ അതായിരുന്നോ? ഇതല്ല. വെയിറ്റ് ജാക്കറ്റ് അണ്ണാ 498. 498. ഓ 498 2. നീ എന്തൊരു മിടുക്കനാടാ. നമുക്കറിയില്ല എണ്ണ. എന്നിട്ട് അതില് ഷർട്ടില് 0. ഷർട്ട് അണ്ടർ ഷർട്ടാ. ആ അണ്ടർ ഷർട്ടില് 0. ചിലർക്ക് അമ്മനാ, ചിലർക്ക് മകനാ. പിന്നെ പാന്റ് പിന്നെ ലോവർ ബോഡിയിൽ ഇങ്ങനെ ഇതാരീ പാട്ട്. അടിച്ചടിച്ച് പോയി. ഫസ്റ്റീന്ന് പാന്റ് ഏതാണോ മറ്റേ ഇതാണോ മാറ്റണ്ടേ? പാന്റ് ലോവർ ബോഡി. എന്നെ അങ്ങനെ വിളിച്ചേ? ലോവർ ബോഡി പാന്റ്. ആ ഉണ്ട്, അതുകൊണ്ടാണല്ലോ വിളിച്ചേ. ഉണ്ടെന്നേ. ഒരു നല്ല ബാഗി പാന്റ് പറഞ്ഞ. ബാഗി മറ്റേ ഇതെല്ലാം ഉണ്ടായിരുന്നുള്ള അണ്ടർ ഷർട്ടില. അണ്ടർ ഷർട്ടിലോ? ആ ബാഗി ഒരു മണിക്കൂറോ വെറുതെ പോടി. ഇല്ല അങ്ങനൊന്നുമില്ല. നമ്പർ വാങ്ങിച്ചേക്കട്ടെ. എന്തിന്? എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാല്. എന്താവശ്യം അതിനൊക്കെ വരുന്നേ? തൽക്കാലം ആവശ്യത്തിനുള്ളല്ലോ ഇല്ലേ കയ്യില്? ആവശ്യം വരാനിരിക്കുന്നു അവരൊക്കെ. ആവശ്യം വരുമ്പോ പെണ്ണുങ്ങളുടെ നമ്പറാണല്ലോ മേടിച്ചു വെക്കണേ. ആ ഇത് കൊള്ളാം. ഇത് കുറച്ച് ബാക്കില് ചന്തയിലൊരു ഇത് അണ്ണാ ഞാൻ പറഞ്ഞുതരാം. അണ്ണാ ഒന്നിലോട്ട് പോ. 0. പക്ഷെ ഇതിന് ബാഗ് ചേരൂലടാ ഇതിന്. 0. നമുക്ക് തൽക്കാലം ഇന്ന് ഓജി ഡ്രസ് ഇട്ടിട്ട് പോവാം. ഇന്ന് ബാഗ് അല്ലാതെ ഓജി ഡ്രസ് ഇട്ടിട്ട് പോവാം. ഒരു മിനിറ്റ് പെണ്ണുമ്പോൾ. ഹലോ എടാ അതാരെ ലോല? നിന്റെ മിയാന്നൊക്കെ പേര് മിയാന്റെ കൂടെ വേറെ ഏതെങ്കിലും നല്ലത് മേടിച്ചിട്ട് വാ. മൈൻഡ് ചെയ്തില്ല നീ. ഇല്ലല്ല ഏതായാലും മേടിച്ചിട്ട് ഞാൻ ലൈവാ ഞാൻ വിളിക്കാം. എടാ വില്ലു ഒരിത്തിരി മാറിക്കോ ഫ്രണ്ടിന്ന് കാണില്ല. സീറോന്ന് 1 2 പതുക്കെ അപ്പൊ മറ്റൊരു ടൈറ്റ് പാന്റ് കിട്ടും. കുപ്പിയാണോ? അല്ലല്ല ബേറൂസ് ബിരിയാണി മേടിച്ചിട്ട് എനിക്കത് വേണ്ട. എനിക്ക് ബിരിയാണി ഇഷ്ടമില്ല. ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ഓജി പാന്റിന് ഇടാടാ. ഇത് തട്ടി നീക്കാതെ എന്റെ പൊന്നു മോനെ പ്ലീസ്. ഹലോ ഡേവിഡ് പോയി കേൾക്കുന്നുണ്ടോ? അത് പോയി. അത് കൊള്ളായിരുന്നു. ഇതിന്റെ കൂടെ ബാഗ് ചേരൂല ഗൈസ്. ഇതിന്റെ കൂടെ ബാഗ് ചേരൂല. പണ്ടത്തെ ഓജി ഡ്രസ് തന്നെ ഇടാം തൽക്കാലം. ഇതന്നെ മതി. ഹലോ
ആക്സസറീസ് ആസുണ്ണ ഹെൽമെറ്റ് എത്രയാടാ ഇവിടുത്തെ? ഹെൽമെറ്റ് ആയിക്കോട്ടെ. ഇത് പ്രിൻസസ് അല്ലേ? 90. ബാലാ 90 90 ബാബുവിന്റെ ഒറ്റ ഹെഡ്സെറ്റാ. അയ്യോ തുമ്പത്തുണ്ട്. പേര് മറന്നത് ആളെ മനസ്സിലായി. അയ്യോ നമ്പർ പക്ഷെ നീ ഇത്ര പെട്ടെന്ന് മറക്കൊന്നും വിചാരിച്ചില്ല. പേര് മാത്രമേ മറന്നോളൂ. ആളെ ഞാൻ എന്താ ഇത്? OG ബ്ലാക്ക്. ലിസ എന്താ ലിസ ഇതൊക്കെ? അയ്യോ സേവ് ആയില്ലേ? പിന്നല്ലാതെ ആദ്യം മറന്നുപോയേ. മറക്കുന്ന ഒരാളല്ലേ ഞാൻ. ലിസ എന്റെ പേര് മറന്നോ? നിന്ന് തിരിയണം. ലിസ എന്റെ പേര് മറന്നോ? ലിസ എല്ലാം മാറന്നല്ല, ഞാനല്ലേ വിളിച്ചെന്നെ. എടാ പോയിട്ട് വരാം. ലിസ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാവേ. അതുകൊണ്ട് തിരക്കാണ്, അതുകൊണ്ടാണ്. പോയിട്ട് വരാം ലിസ. ബൈ ബൈ. സെക്കൻഡ് ഡസ്സോ? നമ്മളെ വണ്ടി ഒരു സെക്കൻഡ്. ബാലമാമന്റെ കിണ്ടി പൊടാ അവിടെ നിന്നിച്ചു. ബാലമാമൻ ആറിന്റെ മാമൻ. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. മാമനാ അവന്റെ. 78. ആ എങ്ങോട്ട് വരാൻ? ഞാൻ അവിടെ ഒരു പരിപാടിക്ക് പോണ്. ആ കരഞ്ഞ കുഴപ്പമില്ല. പനപോലെ വളർന്നല്ലോടാ. വല്ല പണിയെടുത്ത് ജീവിക്ക്. മാമനൊന്നും പമ്പില് കുഴഞ്ഞു ചാവുവാനാ? നീ എങ്ങനെ ഇതിനകത്തുനിന്ന് എടുത്ത് ഇത് കൊച്ചല്ലേ ഇവനെ അടിച്ച് കിട്ടിയെന്തോ? ഒന്ന് മാറിക്കോടാ, ഒന്ന് മാറിക്കോടാ. ഈ സൈഡ് എടുത്തോട്ടെ, ഒന്ന് മാറിക്കോ. അറിയിക്കണ അവനെ, അല്ലെങ്കിൽ ഇതല്ല ഇത് പോകില്ല. അവ ഇടിച്ച ഒരു കുഴപ്പമില്ല. അടിച്ച് കേട്ടണ നെഞ്ചത്തോട്ട്. രോഗ തേണ്ടിയല്ലേ ഇവനൊക്കെ. പറയുന്നവനൊക്കെ ആരാന്നാ വിചാരം? അയ്യോ അണ്ണ എന്റെ മോളാ, എന്റെ മോള്. അയ്യോ മോളെ ഞാൻ അറിയാതെ. ഏതോ ഒരുത്ത എവിടെ വരുന്ന തന്നിക്ക് പറഞ്ഞോണ്ടിരിക്കുക. ആരേലും ഓട്ടറാ? അച്ഛനാ? അതാ കൊച്ചിന്റെ അച്ഛൻ, കൊച്ചിന്റെ അച്ഛൻ. ആ കൊച്ചിന്റെ അച്ഛൻ. അണ്ണ ഈ പണ്ട് ആയിരുന്നെങ്കിൽ ഞാൻ ഈ മീനൂട്ടിട്ട് ഒരു കാര്യം നോക്കാറില്ല അണ്ണ. ഇപ്പം അപ്പി ഇടിപ്പിക്കുന്നവരെ ഞാൻ. അയ്യോ ആരാണ്? മിന്നൽ മുരളിയാണോ നാടിനെ രക്ഷിക്കണേ? അതാ കൊച്ചിനെ സ്വന്തം തന്തയാ. ആ കൊച്ചിനെ വിളിക്കാൻ പറ്റില്ലേ? കുഴപ്പമില്ല, ആ കൊച്ചിന് അങ്ങനെ ഇല്ല. മുഖച്ചായ ഇല്ല രണ്ടുപേർക്കും, അതാ ചോദിച്ചേ. മുഖച്ചായ വേണോന്ന് വേണ്ടോ അച്ഛനവൻ? അമ്മയുടെ മുഖച്ചായ കൊച്ചിന് കിട്ടിയത്. അമ്മയുടെ അമ്മയോടെ ഇവ മറ്റേ ജില്ലാ കോടതിയാ. എല്ലാരും ഇവിടെ ഹാജരാക്കണം. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇവന്റെ മുമ്പിൽ എല്ലാരും ഹാജരാക്കണം. അവന്റെ അടുത്ത് എന്റെ ഒക്കെ അറിയണം. അവന്റെ അടുത്തൊക്കെ വെടിവെച്ചിരുന്നേ ഇവരൊക്കെ. ആ മോളെ എന്നെ പറ്റി ആ മോളെ എന്നെ പറ്റി എന്താ അഭിപ്രായം? കൊച്ചിനെ കൊണ്ടിരിക്കണേ. ഇത് ഹെൽപ്പ് ഫെയറല്ലോ? ഇത് പിള്ളാച്ചനല്ലേ ഇത്? ആ പിള്ളാച്ച എന്തൊക്കെയുണ്ട് പിള്ളാച്ച? വീടിനകത്തോട്ട് क्यों छोड़ दिया एक्सपीडी? हाँ वासवन आ गया. Excuse अब me? उनके साथ बात कर लीजिए, मैं आएगा. ठीक है? തോനെ ഞാൻ പോയി ഡ്രസ് മാറിട്ട് വരാം. വാസവൻ ഇല്ലാത്ത കൊച്ചിന് കമ്പനി കൊടുക്കട്ടെ, അതുകൊണ്ട് നിന്നതാ. ഓക്കെ അല്ലേ? അതെ 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 അതെ. ഡ്രസ് മാറിട്ട് പെട്ടെന്ന് വാ. കൊച്ചിന് വാസവനോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ആ വണ്ടി ഒന്ന് എടുക്കുന്നുണ്ടേ. പെട്ടെന്ന് പറഞ്ഞ സൂര്യബോസ് വെയിറ്റ് ചെയ്യണേ. ഹലോ ഒരു കേക്കുന്നില്ല ഇങ്ങോട്ട്. എന്റെ അമ്മ ഹിന്ദിയാ. വൺ സെക്കൻഡ്, ജസ്റ്റ് കം ഔട്ട് സൈഡ്. എവിടെന്ന് റോമിയായിപ്പോയി. ഗ്യാങ് ഹൗസിലോട്ട് കയറ്റിയത്? അല്ല അല്ല ഞാൻ അവിടെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഹിന്ദി നെയ് മാലു. എനിക്ക് മാലു, എനിക്ക് കൊഞ്ചം കൊഞ്ചം മാലു. കൊഞ്ചം കൊഞ്ചം. എന്താ പാൽ എത്ര ലിറ്റർ? കുറച്ചു മുമ്പ് എന്നോട് മലയാളം ഇല്ലേടി നീ പറഞ്ഞേ? ഇപ്പൊ ഓരോ ദിവസം ഓരോ ഭാഷയാണ്. സിനുവാ?
like സുനോ സുനോ മറ്റേ കേക്കോന്ന് സിയാ I mean see. One second, just let me. I can see. I know little bit Malayalam. I can. Madam, do you know English? Malayalam. Do you know English? I know English. Okay, let's I know speak in English. We don't know ആ Hindi. വാസുവിനെ ആദ്യം അത് പറഞ്ഞല്ലേ हाँ, सर, I can speak Hindi, English. आप जो Yeah, मेरे साथ बोला था ना वही डायलॉग इनके साथ बोल देना ठीक है ഏത് സ്ഥലം അങ്ങേര് കയറിയാത്ത ഏതെങ്കിലും ഒരു ഭാഷ ഉണ്ടോ? But उन लोगों को समझेगा कि नहीं मुझे पता नहीं. उनको सब कुछ कन्नड़ अर्जुन बोला था ना, कन्नड़ try किया तो। बोलेगा उनको पता नहीं वैसे बोलेगा वो तो सुनाना मत बोल दे डायलॉग बोल दे मैं वो है actually ला। आपसे एक बात करना चाहता था. Like it's a dialogue in Hindi. हाँ। I don't know whether you will understand or not. I don't understand Hindi. I also don't know. Actually, we already wasted so much time. We have to go. വാസോണ്ണ വാസോണ്ണ ഹലോ നല്ല ഡയലോഗ് കേട്ടോ വാസോണ്ണൻ എവിടെയാ ഇതാണ് ഞാനാണ് വാസോണ്ണ എങ്ങനെ ക്ഷയിക്കാൻ്റെ അടുത്തൊന്നും നമുക്ക് അറിയില്ല പറഞ്ഞോ എന്തല്ല പേര് ഷമീർ ഷമീർ ആ മാക്ക് പറഞ്ഞായിരുന്നു മാക്ക് ആ എന്തല്ല സുഖല്ലേ സുഖമല്ലേ നമ്മള് ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്തായിരുന്നു ആ ഓർമ്മയുണ്ട് ഷെയ്ക്കിന്റെ പരിപാടിക്ക് ആ ഷെയ്ക്കിന്റെ പരിപാടിക്ക് എന്താ പരിപാടി നിങ്ങള് ഫുള്ള് ഗ്യാങ് ആയിട്ട് എന്താ പരിപാടി ഓ നമ്മള് ഇന്ന് നമുക്ക് ഗ്യാങ്ങിലെ പിള്ളേരൊന്നും ഇല്ല നമ്മളാകെ 3-4 പേരേ ഉള്ളൂ അവരെല്ലാം പുറത്തു പോയിരിക്കുക ഞാൻ ഇന്നലെ കണ്ണാപ്പിനെ മീറ്റ് ചെയ്തായിരുന്നു ചെയ്തു ആ ആണല്ലേ നന്നായിട്ടല്ലേ സംസാരിച്ചത് Meet ചെയ്തിട്ടായിരുന്നോ കഴിഞ്ഞ ആ പിന്നെ നന്നായി അല്ല ഞാൻ നന്നായി സംസാരിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ലതിൽ പോകാം അയ്യോ അല്ല നിങ്ങളുടെ കാര്യമല്ല എനിക്ക് കണ്ണാപ്പിയുടെ കാര്യമാണ് പേടി ആ ഇല്ലില്ല കണ്ണാപ്പി നന്നായി സംസാരിച്ചു ഡെയിലി ഞങ്ങക്ക് പേടിയുള്ളൂ ഇത് ഉസ്മാനെ നീ ഇപ്പൊ ഷമീറിന്റെ കൂടെ ആണോ ആ ഉസ്മാൻ ഇപ്പൊ എന്റെ ഇതാണ് എന്റെ കുണ്ടൻ അല്ല സോറി എന്റെ കൂടെ അല്ല എന്റെ കൂടെ വിളിക്കുമ്പോ ചെല്ല അത്രേ ഉള്ളൂ വിളിക്കുമ്പോ ചെല്ലും അത്രേ ഉള്ളൂ എടാ മാറി നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ നിങ്ങളിവിടെ ഗ്യാങ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞ് ചാറ്റിൽ ഫുള്ള് പരുത് കാറ്റ് നടന്ന് എവിടെ വരുന്നത്? ചാറ്റ് ഫുള്ള് പരുന്ത് പറക്കിയത് ചാറ്റ് അതെന്താ അത് അല്ല സോറി അതിനെന്തോ എന്തോ ഒരു കോഡ് ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി ഓ തത്സമയമാണോ ആ തത്സമയം ഓക്കെ അതെ അപ്പൊ എന്നാ ഗ്യാങ് ഇവരുടെയൊക്കെ തുടങ്ങിയോ ഗ്യാങ് വരും നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കല ബാസോണ്ണന്റെ സപ്പോർട്ട് വേണം ഉറപ്പായിട്ടും അനുഗ്രഹം വേണം ഞാൻ പോട്ടെ നമ്മളെ തുടങ്ങിയത് ആ പേരിന്നല്ലേ അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കും അതാ പവർ അതെ എന്തായാലും ഒരു കാര്യം പറയണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം നമുക്ക് എന്താന്ന് വെച്ചാൽ പറ ആ ഇന്ന് ഞാൻ നാളെയോ മറ്റന്നാളെയോ വരാം ഇന്ന് കുറച്ച് തിരക്കുണ്ട് എനിക്കും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് നാളെ മറ്റന്നാളെ ഞാൻ അണ്ണനെ അറിയിക്കാം അണ്ണൻ പറഞ്ഞാ മതി ഓക്കെ സെറ്റ് അപ്പൊ ബൈ സംശയമൊന്നുമില്ലല്ലോ ഒരു സംശയമില്ല ഉസ്മാനെ കൊട എടുത്ത് കൊട ഹലോ பெரியப்பா சொல்லுங்க ஓ நமஸ்காரம் என்ன ஆச்சுன்னா இங்க கேக் முறிக்கட்டுமா മുറിക്കാതെ நீங்க வரீங்களா ഞാൻ 5 നിമിഷം തന്നാ 10 നിമിഷത്തിൽ അങ്ങ് എത്തും நான் சொல்லிட்டேன் நீங்க வராம முறிக்க மாட்டேன்னு சொல்லிட்டேன் ഓക്കെ ഞാൻ വരുന്നത് நீங்க வந்ததை விட்டு വരുന്നത് പിന്നെ ஓகே ആ കോമഡി തമിഴിലൊക്കെ ഉണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് തമിഴ് എങ്ങനെ ഉണ്ടായിരുന്നു എടാ വാ പോയിട്ട് സ്ഥലം എവിടെ എടാ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയി ഈ കൊച്ചിനെന്താ ചെയ്യണ്ടേ ആ കൊച്ചിനെ വരാൻ പറ അങ്ങോട്ട് വരാൻ പറ 1002 സാറാ 1002 വരുമോ 1002 ഇപ്പേ ഹലോ ഉസ്മാനെ കണ്ടോ ആ ഉസ്മാൻ എന്റെ പോക്കറ്റിലിരിക്കും ഇതാ എടുത്തോ ഞാൻ പരിപാടിക്ക് ഉസ്മാനെ ഞാൻ കൊണ്ടു നടക്കണേ ഉസ്മാനെ 1002 ഹിന്ദിയിൽ പറ കോമഡി ഇവിടെ വരും പോവാം എന്റെ മോള് വാസുവിന്റെ കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോളല്ലേ വാസു
പെണ്ണുമ്പിള്ള ഒരാഴ്ചയായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയി വെച്ചിട്ട് കൊണ്ടുപോയായിരുന്നാ? ഇല്ല, അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ടല്ലേ? ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. ചില്ലറ കഴപ്പല്ലേ? കഴിഞ്ഞോട്ടെ. जरा हाँ आप जो मेरे साथ बोला था ना डायलॉग अभी उनके साथ बोल देना. ഇവര് ഒരേ സാധനമാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മലയാളം തെലുങ്ക് ഇംഗ്ലീഷ് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇവര് പോലെ തന്നെ മാത്രം പറഞ്ഞോണ്ടിരിക്കണേ. नहीं उधर आने दे उनके उसके बाद आप बोल दे. കണ്ടോ ഉസ്കി ഇസ്കി നമുക്കറിയാവുന്ന കോമൺ വേർഡ്സ്. ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു അതായത് അവിടെ ചെന്നിട്ട് വാസമോനോട് കുട്ടിക്ക് എന്തൊരു കാര്യം പറയാനുണ്ട്. അവിടെ ചെന്നിട്ട് പേഴ്സണലായിട്ട് വാസമോനോട് പറഞ്ഞാൽ മതി. വാസമോനെ എന്താ വാസമോനെ കൊച്ചിനങ്ങൾ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുകയാണ് തലക്ക്. എനിക്കറിഞ്ഞൂടാ, അവിടെ ചെല്ലുമ്പോ അപ്പാപ്പനെ ഇഷ്ടമാണെന്ന് എന്നോട് പറയാതിരുന്നാ മതി. അത് മാത്രമേ കേൾക്കാൻ ഇനി ബാക്കിയുള്ളൂ. അത് ഇത് ലൊക്കേഷൻ കാണിക്കാത്ത എനിക്ക്. അത് ടോൾ കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ മാർക്ക് ചെയ്ത് ടോൾ കഴിയുമ്പോ മാർക്ക് ചെയ്ത് ദയവ് ആരും ഒന്നും മാർക്ക് ചെയ്യല്ലേ. പോയി ഞാനാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എടാ മാർക്ക് ചെയ്യല്ലേ ദയവ്, ഞാൻ മാർക്ക് ചെയ്തോട്ടുണ്ട്. കണ്ണനെ കാണുന്നുണ്ടോ മാർക്ക്? എടാ എനിക്ക് കാണാം, ഞാൻ പൊക്കോളാം. ആരുടെ ഫോൺ അടിക്കുന്നത്? ഒരു ദിവസം ഇല്ലാത്ത മഴയൊക്കെ, ഇടി മഴ പേമാരി. അതാ എന്തോ ഞാൻ പറഞ്ഞില്ലേ, എന്തോ വലുത് വരാനാ. ഇതിപ്പോ നമ്മളെങ്ങോട്ടാ പോകുന്നത്? പലട്ട് നേരെ പോയ പോരായിരുന്നില്ലേ? പലയിട്ടലാണോ ഇത്? ഓക്കെ സൂപ്പർ. ചോട്ടായിട്ട് ഇങ്ങോട്ട് വിടാം നമ്മള്. കൊച്ചു പറയുവാണ് ഈ മഴ എന്ന് പറയുന്നത് പ്രണയത്തിന്റെ പ്രതീകമല്ലേ. ഇതപ്പാപ്പുള്ള നീ എന്നെ ഗ്യാങ് നിറക്കി പിടിപ്പിക്കണ നാളുകളെ. മഴ കൊച്ചി അപ്പാപ്പൻ അപ്പാപ്പുരാത്തന്റെ ഭാഷ അറിയാവോ? ഗോകു 1002 ഗോകു. ഞാൻ ഒരു കാര്യം പറഞ്ഞ അപ്പൊ എനിക്ക് 1-2 പെണ്ണ് തെറ്റായപ്പോഴത്തേക്ക് ഇവിടെ ലോകാവസാനമാണെന്ന് തോന്നുന്നു. അവിടെ ഇടിയും മിന്നലും മഴയും വണ്ടി വരെ പറഞ്ഞു. റോഡിന്ന് മാറ്റി ഓടിച്ചല്ലേ. നമ്മള് ഇതിപ്പോ ആരെ കാണാനാ പോകുന്നത്? സൂര്യബോസിന്റെ ബർത്ത്ഡേടാ. ഓ അണ്ണ സൂര്യബോസിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ അവിടെ മൊത്തം പെമ്പിള്ളാരായിരിക്കും. ഇവന് എന്തോരം പെമ്പിള്ളാരായിട്ട് കമ്പയർ ചെയ്യാന്നറിയാവോ? ആണല്ലേ? പിന്നെ സിറ്റിയിലുള്ള പെമ്പിള്ളാർ മാത്രം ഇവന്റെ കയ്യില്. ചന്ദ്രബോസ് കാ ബേട്ട. അതെ അറിയാതെ മനസ്സിലായില്ലേ? ചന്ദ്രബോസ് മേരാ എങ്ങർ ബ്രദർ കാ സൺ സൂര്യബോസ്. He's a very flirty guy. लड़की से बहुत फ्लर्ट करके बात करता है. चंद्रबोस और उनका बेटा ഇതിലാരെ? एक सूर्य बॉस वही है उसका नाम. സൂര്യബോസിനെ പറഞ്ഞേ. സൂര്യബോസ് തെണ്ടിയാണെന്നാണ് പറഞ്ഞേ. അല്ല ഫ്ലർട്ടി ആണെന്ന്. ഫ്ലർട്ടി. സത്യത്തിൽ എന്തോ പറയണേ. പിന്നെ അല്ല എന്റെ മീനോട്ടിനെ വരെ വളയ്ക്കാൻ നോക്കിയ ചെറ്റയാണ്. അറിഞ്ഞൂടെ? അങ്ങനെയല്ലേ വരുള്ളൂ വിത്ത് കൂടം. അതുകൊണ്ട് തന്നെ ചന്ദ്രനോട് പറഞ്ഞപ്പോ ചന്ദ്രൻ വന്നിട്ട് വേണമെങ്കിൽ സെറ്റ് ആക്കി കൊടുക്കാന്ന്. എന്താടാ അടി വന്ന അപ്പഴേ ഞാൻ എഫ് ഐ അടിക്കും. നീ അവിടെ പോവാ. 3 പേരടിക്കും, ഞാൻ 5 പേര്. മീനോട്ടി അടിക്കല്ലോ ഒരു 3 നേരം. പി അല്ലാത്ത റീസൺ പറയുന്നത്. अभी जो बात करना है उनके साथ बात करती है. जय वासव. വണ്ടി ലോക്കായി. ഒരു മിനിറ്റ് മീനുട്ടി.
ലോക്കല്ലേ അതെ മാസ്ക് ഒക്കെ ഇട്ടങ്ങ് നമുക്ക് വേണ്ടി കുറെ ബലൂണൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ? നമുക്ക് വേണ്ടി അല്ല ചെറുക്കന്റെ ബർത്ത്ഡേ അല്ല 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 നമുക്ക് വേണ്ടി